ഇപ്പോൾ നമ്മുടെ അംബാസഡറിൻ്റെ വൈറ്റ് കളറൊക്കെ നമ്മൾ തേച്ച് കളഞ്ഞ് പുട്ടി വർക്ക് ഉണ്ടായിരുന്നൊക്കെ ചെയ്ത് പാച്ച് വർക്കെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ അപ്പോക്സി പ്രൈമറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോക്സി പ്രൈമർ വരുന്നത്. പിന്നെ കൂടുതൽ കംപ്ലൈൻറ്റ്, പാച്ച് വർക്ക്, തുരുമ്പ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോക്സി പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം കളർ. അപ്പോൾ കൂടുതൽ കവറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബ്ലാക്ക് കളർ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ബ്ലാക്ക് കളർ ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ കവറേജ് കിട്ടും, പെട്ടെന്ന് കവറാവും. അതല്ല നമ്മളിപ്പോൾ ഗ്രേ കളർ പ്രൈമറൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കവറേജ് വീണ്ടും കുറയും, അതായത് പെയിൻറ്റിൻ്റെ ആവശ്യം കൂടുതൽ ആവശ്യം വരും. ഇപ്പോൾ പ്രൈമർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. പ്രൈമർ ഫുള്ളായിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പ്രൈമർ നമ്മൾ സാൻഡ് ചെയ്യണം. പ്രൈമർ സാൻഡ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആക്കിയതിന് ശേഷമാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഡസ്റ്റുകളോ പൊടികളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൈമർ സാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ബോഡി ഫുള്ളായിട്ട് സാൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ കംപ്ലീറ്റ് ആയിട്ട് സാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷൈനിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാൻഡ് ചെയ്യുന്നത്. സാൻഡിങ് കമ്പൾസറി ആണ്. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം സാൻഡിങ് കമ്പൾസറി ആയിട്ട് ചെയ്യണം, എന്നാലാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ സാൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ഫുള്ളായിട്ട് സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്തിലായിരിക്കുന്നത്. ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടിയാലാണ് പെയിൻറ്റിങ്ങിൻ്റെ ഫൈനലിൽ നല്ല ഫിനിഷിങ് വരുള്ളൂ. ഇപ്പം നമ്മുടെ കാർ ഏകദേശം പെയിൻറ്റിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. സാൻഡിങ് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സ്പോട്ട്, അതായത് ചെറിയ ഈ പിൻ ഹോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ പുട്ടി അപ്ലൈ ചെയ്ത് ഉള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഗ്രേ കളറിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് കാർ ഫുള്ള് മാസ്ക് ചെയ്ത് പെയിൻറ്റിങ് ആണ്. ഈ മാസ്കിങ് നമ്മൾ കാണുമ്പോൾ ഒരുപാട് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് മാസ്കിങ്. കാരണം ഒരു നല്ല ക്ഷമയോടുകൂടെ കറക്റ്റായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റിങ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ മാസ്കിങ് ഒരുപാട് സമയം എടുത്ത് ഒരുപാട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഈ കാറ് ഫുള്ളായിട്ട് ഇതിൻ്റെ ഗ്ലാസ് ഫുള്ള് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് മാത്രമല്ല, പെയിൻ്റ് ആകാൻ പാടില്ലാത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ മാസ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസ്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി റെഡിയാണ്. കംപ്ലീറ്റ് ഭാഗങ്ങൾ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മൾ പെയിൻറ്റിങ് ആണ്.
ഫൈനൽ പെയിൻറ്റിംഗ് ആണ് നടന്നിട്ടിരിക്കുന്നത്. ടോപ്പിൽ നിന്നാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. ടോപ്പിൽ നിന്ന് തന്നെയാണ് കാർ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ സൈഡിൽ ഇപ്പോൾ ഒരു ക്ലോത്തും കൊണ്ട് തുടയ്ക്കുന്നത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പെയിൻറ്റിങ്ങിന് മുമ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ടാക്ക് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് കോട്ട് പെയിൻറ്റും ഫസ്റ്റ് കോട്ട് പെയിൻറ്റും നമ്മൾ ഒരേ കനത്തിലാണ് കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി കൂടാനും പിന്നെ ഒരുപാട് ലോങ് ലാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മളങ്ങനെ ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ട് കുറച്ച് കനം കുറച്ച് കൊടുക്കും, പിന്നെ സെക്കൻഡ് കോട്ട് നല്ല കട്ടിയിൽ ഇപ്പോൾ ഈ കൊടുക്കുന്ന പോലെ കൊടുക്കും. പക്ഷെ നമ്മളങ്ങനെ ചെയ്തില്ല. നമ്മൾ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും ഒരേപോലെ തന്നെ ഓരോ കനത്തിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് വർഷം ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും നമ്മൾ ഒരേ കനത്തിൽ തന്നെ കൊടുക്കുമ്പോൾ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് കൂടുതൽ നമുക്ക് കൺസ്യൂം ചെയ്യും. പെയിൻറ്റ് കൂടുതൽ ചിലവാകും. കൂടുതൽ ചിലവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസ് കൂടും, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കൂടും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒരുപാട് വർഷം ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
ഇന്നിപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ അടുത്ത ദിവസം ഇതിൻ്റെ അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിയിൽ എൻ്റെ മാഷിൻ്റെ അടുത്താണ്. എന്നെ വർക്ക് പഠിപ്പിച്ച മാഷ് സെബാസ്റ്റ്യൻ സാറാണ്. സെബാസ്റ്റ്യൻ സാറിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വർക്ക് നമ്മുടെ അംബാസഡറിൻ്റെ ഞാൻ ചെയ്തത്. ഇപ്പോൾ വർക്ക്ഷോപ്പിലുണ്ട്, വർക്കെല്ലാം കഴിഞ്ഞ് കാർ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതേ ഇവിടെ ഉണ്ട്, മാഷുണ്ട്, പിന്നെ റോബർട്ടേട്ടനുണ്ട്, മാഷിൻ്റെ കൂട്ടുകാരനാണ്. റോബർട്ടേട്ടാ, ഇതാണ് എൻ്റെ മാഷ്. എന്നെ പെയിൻറ്റിങ് പഠിപ്പിച്ച മാഷാണ്. BRD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ കോഴ്സ് പഠിപ്പിച്ച മാഷാണ്. മാഷേ, അപ്പോൾ താങ്ക് യു, ഒരുപാട് നന്ദി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അംബാസഡർ ഒന്ന് ബ്ലാക്ക് കളറിൽ ചേർക്കണമെന്ന്. ഇത് രണ്ടുപേരും കൂടെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തത് റോബർട്ടാണ് അത് ഇത് ചെയ്തത്. നല്ല രീതിയിലെല്ലാം കഴിച്ചിട്ടുണ്ട്. ഭംഗിയായി പോകുന്ന റോബർട്ടിന് പറയാം. എനിക്കൊന്നും പറയാനില്ല. ഷാരോൺ ഒരു വണ്ടി കൊണ്ട് നമുക്ക് തന്നു, കളർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് വൈറ്റ് ആയിരുന്നു ബ്ലാക്ക് ആക്കി അത്യാവശ്യം നല്ല ഭംഗിയോടുകൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഞാൻ കാറായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ കാറിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മുടെ അംബാസഡറിൻ്റെ പെയിൻറ്റിങ് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ കാർമേൽ അത്യാവശ്യം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇവിടെ വർക്ക്ഷോപ്പിൽ കിടക്കായിരുന്നല്ലോ, വാഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ആയിട്ട് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ അംബാസഡറായിട്ട് ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. റിവേഴ്സ് ഇട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അംബാസഡറിൻ്റെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ കാർ വാഷ് ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ കാണുന്നത് നല്ല ഫിനിഷിങ് ഉണ്ട്. അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം ഫിനിഷിങ് തന്നെ ഉണ്ട്. വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ട് തുടങ്ങി ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു അംബാസഡർ വേണം. പക്ഷേ ബ്ലാക്ക് തന്നെ ഇരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ വൈറ്റ് മാറ്റി ബ്ലാക്ക് ആക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.